ഓം നരസിംഹായ നമ. ജ്യോതിഷശാസ്ത്രത്തിൽ ഗുളികന് ഒരു അത്ഭുതകരമായ സ്ഥാനമാണ്. സാധാരണയായി ഗുളികനെ ശനിദേവൻ്റെ ഉപഗ്രഹം എന്ന് വിളിക്കാറുണ്ട്. പലർക്കും ഗുളികൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ് തോന്നുക. കാരണം അതിൻ്റെ സ്വാധീനം ചിലപ്പോൾ ദൗർഭാഗ്യവും തടസ്സങ്ങളും എല്ലാം കൊണ്ടുവരും. എന്നാൽ ഗുളികന് എല്ലായ്പ്പോഴും ദോഷഫലമല്ല. ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഗുളികൻ്റെ നോക്കും വാക്കും ഭാഗ്യമായി മാറും. ഇവർക്ക് ആകർഷകമായ വ്യക്തിത്വം, തിളങ്ങുന്ന വാക്കുകൾ, ശക്തമായ നോട്ടം, ആത്മവിശ്വാസം, മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു ആകർഷണം ഇതെല്ലാം ഉണ്ടാവും. ഇത് ഗുളികൻ നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അതിനാൽ ഗുളികൻ ദോഷം മാത്രമല്ല, ശരിയായ സ്ഥാനത്ത് വരുമ്പോൾ അതിവിശിഷ്ടമായ ഫലങ്ങളും നൽകുന്നു. ഗുളികൻ്റെ നോക്കിലും വാക്കിലും തിളങ്ങുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ്? അവർക്ക് എന്ത് പ്രത്യേകതകളാണുള്ളതെന്ന് നമുക്ക് നോക്കാം. പരമശിവൻ്റെ ഇടത് തൃക്കാലിൻ്റെ പെരുവിരൽ പൊട്ടിപ്പിളർന്ന് സാക്ഷാൽ ശിവാംശത്തിൽ പിറന്ന് ഒരേ സമയം അനർത്ഥകാരിയും അതേസമയം ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ എന്ന് പറയുന്നത്. ജ്യോതിഷത്തിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനമാണ് ഗുളികന് നൽകിയിട്ടുള്ളത്. ഈ ഗുളികൻ്റെ സാന്നിധ്യമുള്ള 6 നക്ഷത്രങ്ങൾ ജ്യോതിഷപ്രകാരം നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ആ 6 നാളുകാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. ആ 6 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി, തിരുവാതിര, അവിട്ടം, ചോതി, പുണർതം, ആയില്യം. ഈ 6 നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരൊക്കെ ഇത് കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായും കേട്ടു നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളാണ് നമുക്ക് ഇതൊക്കെ കൂടുതൽ പഠിച്ച് വീണ്ടും അവതരിപ്പിക്കാനായിട്ടുള്ള പ്രചോദനം നൽകുന്നത്. ഈ നക്ഷത്രക്കാർ എന്തെങ്കിലും പറയുമ്പോൾ ചില സമയങ്ങളിൽ അത് കൃത്യമായി വരാറുണ്ട്. അതിനാൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായി പറയുന്നതിനോ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോഴോ ഒരു ഭയം ഉണ്ടാകാറുണ്ട്. അവരുടെ ചില സമയങ്ങളിൽ ഇവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇവർക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കും. ഇവർക്കോ ഇവരുടെ കുടുംബത്തിലോ നടക്കുന്ന കാര്യമായിരിക്കും ഇവരുടെ മനസ്സ് വല്ലാതെ വൈബ്രേറ്റ് ആവുന്നതാണ്. എന്തോ മോശം വരുന്നുണ്ടല്ലോ ദൈവമേ എന്ന്, ഒരു നല്ലത് വരുന്നുണ്ടല്ലോ എന്നും ഇവരുടെ മനസ്സിൻ്റെ വൈബ്രേഷൻ വച്ച് ഇവർക്ക് അറിയുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും ചിന്തകളും ഇവരുടെ ഉള്ളിലുണ്ടാകുന്നത് ഗുളികൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടുള്ള കഴിവാണ്. ഈ കഴിവ് ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണാം. കമിഴ്ന്നു വീണാൽ കാൽപ്പണവുമായിട്ട് എഴുന്നേൽക്കുന്നവരാണ് ഈ 6 നക്ഷത്രത്തിൽ ജനിച്ചവർ എന്ന് പറയാറുണ്ട്. ഏത് കാര്യത്തിന് പോയാലും അവർ അതിൽ നിന്ന് എന്തെങ്കിലും നേടിക്കൊണ്ടല്ലാതെ വരില്ല എന്ന് തന്നെ പറയാം. അത് പണം ആവണമെന്നില്ല, ഇവർക്ക് അനുകൂലമായ എന്തെങ്കിലുമൊക്കെ ആയാലും മതിയാകും. ഇവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതത്തോട് പടവെട്ടി വിജയിച്ചു വരുന്നവരാണ്. മറ്റൊരാളെ ചതിക്കുവാനോ കാരുണ്യത്തിനു വേണ്ടിയോ പോകുന്നവരായിരിക്കില്ല ഇക്കൂട്ടർ. കാര്യം കാണാനായിട്ട് ആരുടെ മുമ്പിലും വ്യക്തിത്വം പണയം വയ്ക്കാൻ അല്ലെങ്കിൽ തല കുനിച്ചു നിൽക്കാൻ ഇവർ തയ്യാറാവില്ല. നടക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് യോഗമുണ്ടെങ്കിൽ നടക്കും, അതിന് ആരുടെയും മുൻപിൽ തല കുനിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഉറച്ചു പറയുന്നവരാണിവർ. ഇവർ ഒരിടത്തു നിന്നാൽ ചുറ്റുമുള്ള കാര്യങ്ങൾ കൂടുതലായി നിരീക്ഷിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത്തരത്തിൽ ചിന്താശേഷി ഉള്ളവരുമായിരിക്കും. ഇവർ ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലിട്ട് ഊണുമുറക്കവുമില്ലാതെ അത് കിട്ടുന്നത് വരെ പ്രയത്നിക്കുന്നവരാണ്. അതിന് ഏതറ്റം വരെ പോകാനും ഇവർക്ക് മടിയില്ല. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണിവർ. തിരിച്ചടികളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ഉയരുന്നവരാണ് ഇക്കൂട്ടർ. അതിനാൽ ഒരിക്കലും നിസ്സാരന്മാരായി കാണരുത്. തൻ്റെ ഇല്ലായ്മകൾ ആരോടും പറയാനോ ഒന്നും ഇക്കൂട്ടർ പോകാറില്ല. അഭിമാനം ആരുടെ മുന്നിലും അടിയറവ് വയ്ക്കില്ല. അമ്മയെ ഹൃദയതുല്യം സ്നേഹിക്കുന്നവരാണിവർ. അത്യാവശ്യം ചൂടന്മാർ തന്നെയാണ് ഈ നാളുകാർ.
ബന്ധങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരാണിവർ. ജാതിയും മതവും നിറവും പണവും ഒന്നും നോക്കാതെ ജീവിക്കുന്നതിന് മടിയില്ലാത്തവരാണിവർ. ഞാൻ പറഞ്ഞ ഈ ഗുളികൻ സാന്നിധ്യമുള്ള 6 നക്ഷത്രക്കാർ ഇത് കേട്ട് എന്ന് കരുതുന്നു. തീർച്ചയായും ഇതിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നന്ദി.